നിങ്ങൾ തട്ടിപ്പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സ്കെയർ ഫ്ലുവൻസറിനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എന്ത് വേണോ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചോ, പക്ഷേ ഈ 5 സാധനങ്ങൾ മാത്രം ദയവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അതാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ 5 സാധനങ്ങൾ എന്ത് വേണോ ഫ്രിഡ്ജിൽ വെച്ചോ, പക്ഷേ ഈ 5 സാധനങ്ങൾ വെക്കരുത് എന്നുള്ളതാണ്. ഏതൊക്കെ സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു. അതെ, ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് മാക്സിമം ആൾക്കാരടുത്ത് ഷെയർ ചെയ്തോ. ഒന്നാമതായി, തൊലി കളഞ്ഞ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുക. അതിൽ പൂപ്പൽ അഥവാ ഫംഗസ് എളുപ്പത്തിൽ വരും. ഇത് കഴിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമായേക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇത് നോക്കാം. തൊലി കളഞ്ഞ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി അതിനകത്ത് വരുന്ന കറുത്ത പൊടി പോലത്തെ, അത് ഫംഗസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആക്ച്വലി ഇതൊരു മോൾഡാണ്. ഇത് വന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല, ക്യാൻസറിന് വരെ കാരണമാകും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് വാസ്തവം? വെളുത്തുള്ളിയുടെ പുറത്ത്, അതായത് നമ്മൾ സാധാരണ വെളുത്തുള്ളി എപ്പോഴും പുറത്താണ് വയ്ക്കാറുള്ളത്. വളരെ ഡ്രൈ ഉള്ള എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് തന്നെയാണ് വെളുത്തുള്ളി വയ്ക്കാറ്. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഫ്രിഡ്ജിനകത്തേക്ക് വെളുത്തുള്ളി വയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വെളുത്തുള്ളി എടുക്കുന്നു. വെളുത്തുള്ളിയിൽ ഒരു 5 അല്ലി മതിയായിരിക്കും ചിലപ്പോൾ ഒരു ഡിഷിന്. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. കാര്യം പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സാധനങ്ങൾ അതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്നുള്ളതാണ്. പുറത്തിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കറുത്ത മോൾഡ് വരാനുള്ള ഒരു സാധ്യതയുള്ള അസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഒരു മോൾഡാണ് ഈ മോൾഡിന് ക്യാൻസർ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രശ്നക്കാരായിട്ടുള്ള ഒരു സാധനമല്ല. പക്ഷേ ആരും ഈ പൂപ്പൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കറുത്ത പൊടി കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാറൊന്നുമില്ല. നമ്മൾ സാധാരണ എപ്പോഴും വെളുത്തുള്ളിയുടെ തൊലി പുറത്തുനിന്നുള്ളത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും കറിയിലോ കാര്യങ്ങളിലോ ഇടുന്നത്. അതായത് ആ പറയുന്ന നൈസ് പേപ്പർ പോലെയുള്ള തൊലി. എപ്പോഴെങ്കിലും തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ക്ലോവ് മാത്രം ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ, മോൾഡ് വരാതെ, അതായത് ഈ പറഞ്ഞ പൊടി വരാതെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് 2 മുതൽ 3 ആഴ്ച വരെ നിങ്ങൾക്ക് സുഖമായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ്. റെഫ്രിജറേറ്ററിൽ വയ്ക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള രീതി. ഇനി ഒരു കാര്യം കൂടെ പറയാം. റെഫ്രിജറേറ്ററിൽ വയ്ക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ദീർഘകാലം എന്തെങ്കിലും രീതിയിൽ ഇത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള രീതി. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കൊണ്ട് വെളുത്തുള്ളി ക്യാൻസർ ഉണ്ടാകുന്ന ഒരു സാധനമായിട്ട് മാറില്ല. നമ്മളാരും അങ്ങനെ ഭയങ്കര ധനികരൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്ലി എടുത്തിട്ട് ബാക്കിയുള്ളത് കളയുകയൊന്നുമില്ല. ബാക്കിയുള്ളത് റെഫ്രിജറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള രീതി. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ സാധനം കറക്റ്റായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി റെഫ്രിജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ്. ബാക്കി 5 സാധനങ്ങളിൽ ഡെഡ്ലി ആയിട്ടുള്ള ബാക്കി സാധനങ്ങളൊന്നും കേട്ടോ. തൊലി കളഞ്ഞ വെളുത്തുള്ളി വാങ്ങാനോ സ്റ്റോർ ചെയ്യാനോ പാടില്ല. ആവശ്യം വരുമ്പോൾ മാത്രം തൊലി കളഞ്ഞ് ഉപയോഗിക്കുക. രണ്ടാമതായി, നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് തൊലി കളഞ്ഞ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ബാക്കി വരുന്നത് നിങ്ങൾ കളയേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലെ സ്റ്റാർച്ച് പഞ്ചസാരയായി മാറി രുചി മാത്രമല്ല മാറ്റുന്നത്, പാകം ചെയ്യുമ്പോൾ അതിലെ ഹാനികരമായ രാസവസ്തുക്കൾ പുറത്തു വിടുകയും അത് നമ്മളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. രണ്ടാമത് പറഞ്ഞ എന്താണ്, അതായത് ഇദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പൊട്ടറ്റോയുടെ ടേസ്റ്റ് മാറുന്നു എന്നുള്ളത്. നമ്മൾ ഉരുളക്കിഴങ്ങും സാധാരണ ഈ പറഞ്ഞതുപോലെ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത് അന്യായ സ്റ്റാർച്ചാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ചായിരിക്കും ചിലപ്പോൾ ഒരു കറിക്കകത്തോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഉരുളക്കിഴങ്ങ് ഈ പറഞ്ഞ പോലെ വളരെ സ്റ്റാർച്ചി ആയിട്ടുള്ളൊരു സാധനമാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസാക്കറൈഡ് ആണ്, അല്ലെങ്കിൽ വലിയ തന്മാത്രയാണ്, മധുരത്തിൻ്റെ വലിയ തന്മാത്രയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുരം കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് വളരെ തണുപ്പുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ കോൾഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് സ്വീറ്റ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോൾഡ് സ്ട്രെസ്സ് കാരണം മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വലിയ പോളിസാക്കറൈഡ്സ് ഒരു എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് തന്നെയുള്ള അമലേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഈ വലിയ പോളിസാക്കറൈഡിനെ പൊട്ടിച്ച് മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറ്റും. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അതുപോലെയുള്ള സാധനങ്ങളായിട്ട് മാറ്റും. അപ്പോൾ അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും, ഒരു മധുരം ഉണ്ടാവും. അങ്ങനെ ആവുന്നത് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ടാണ് റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങെടുത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു മധുരം ഫീൽ ചെയ്യുന്നുള്ളത് സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി എന്നുള്ളത് കൊണ്ടാണ്. ഇനി പറയുന്ന കാര്യം എന്താണ്? ഇത് മാത്രമല്ല മാറുന്ന ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകുന്നത്. ഈ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും ആക്രിലമൈഡാണ്. ആക്രിലമൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ല ബേക്ക് ചെയ്തെടുക്കുകയോ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് 120 ഡിഗ്രിക്ക് മുകളിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ മയാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം നടക്കും. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മയാഡ് റിയാക്ഷനാണ് നമുക്ക് അതിനകത്ത് വരുന്ന ആ ബ്രൗൺ കളറിൽ വരുന്ന സാധനം. അപ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഈ
ആക്രിലമൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്രിലമൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ക്യാൻസർ കോസിങ് തിങ്. അപ്പോൾ അതാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ല കരിച്ചാലും ആക്രിലമൈഡ് ഉണ്ടോ, അതിനേക്കാളും കുറച്ചുകൂടെ സ്വീറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പുറത്ത് ഒരു 40 മുതൽ 60 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പുറത്ത് ഈ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തിട്ട് വച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ സ്വീറ്റ് വീണ്ടും തിരിച്ച് സ്റ്റാർച്ചായിട്ട് ഫോം ചെയ്യും. ഇനി ഇതിൽ നിന്നുണ്ടാകുന്ന ആക്രിലമൈഡ് തന്നെ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡോസൊന്നും അതിനകത്ത് ഉണ്ടാവാറില്ല. എന്ന് നമ്മൾ പൊട്ടറ്റോ ചിപ്സോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഇത് എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസോ ഒന്നും അല്ല കഴിക്കുന്നത്, അതും റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ ബാക്കി വരുന്ന ഉരുളക്കിഴങ്ങ് കൃത്യമായി റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് വേറെ ബാക്ടീരിയൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടാമിനേഷൻ വരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം. ആക്രിലമൈഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വറുക്കുകയോ പൊരിക്കുകയോ 120 ഡിഗ്രിക്ക് മുകളിലുള്ള ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാവുന്ന അതിനകത്ത് സ്വീറ്റ് ആയിട്ടുള്ള സംഗതികളെയാണ് ആക്രിലമൈഡായിട്ട് മാറ്റുന്നത്. ബാക്കി കേട്ടോ. മുറിച്ച സവാള ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അതിനകത്തും ഷുഗർ ഫോർമേഷൻ ഫാസ്റ്റായിട്ട് നടക്കുകയും ഒപ്പം തന്നെ പൂപ്പൽ വരികയും ചെയ്യും. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം സവാളയ്ക്കും വെളുത്തുള്ളിക്കുള്ളതുപോലെ ഒരു പേപ്പർ പോലത്തെ തൊലിയുണ്ട്. അതിൻ്റെ പുറത്ത് നിങ്ങൾ കറുത്ത കുത്ത് ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും. കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനകത്ത് ഈവൻ ഡ്രൈ ആണെങ്കിൽ പോലും കറുത്ത കുത്ത് കാണും. അത് ഒരു മോൾഡാണ്. അപ്പോൾ അത് പോകാനായിട്ട് ആ സമയത്താണ് നമ്മൾ സാധാരണ അതെടുത്ത് കളയുന്നത്. ആ തൊലി എടുത്ത് കളഞ്ഞ് കഴുകിയ സവാള നമ്മൾ അരിയാൻ പോയിട്ട് ചിലപ്പോൾ പകുതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള രീതി. ബാക്കി നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോയിലേജ് ഉണ്ടാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റെഫ്രിജറേറ്ററിനകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ സവാള റെഫ്രിജറേറ്ററിനകത്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് ഒരു ഇച്ചിരി പിതുപിതാന്നാവും. പക്ഷേ പുറത്തിരിക്കുന്നതിനേക്കാൾ സ്പോയിലേജ് എപ്പോഴും കുറവ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുമ്പോഴാണ്. ആദ്യമായിട്ടാണ് ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണോ കൃത്യമായി ചെയ്യേണ്ടത് അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ സ്കെയർ ഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ സൂക്ഷിക്കുക, മുറിച്ച് വെക്കാനും പാടില്ല. അടുത്തതായി ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഈർപ്പം കാരണം ടോക്സിൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ചൂടാക്കിയാൽ കേടൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. അവസാനമായി മയോണൈസ്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണ്, ബാക്കിയുള്ള ചോറ് റെഫ്രിജറേറ്ററിൽ വെക്കാൻ പാടില്ലെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചോറ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ബാസിലസ് സിറിയസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ പേര് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ബാസിലസ് സിറിയസ് എന്ന് പറയുന്ന സാധനം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. തിളപ്പിച്ച് കഴിഞ്ഞ് അത് തണുത്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള സൊല്യൂഷൻ. പുറത്തിരിക്കുമ്പോഴാണ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുകയും സ്പോയിലേജ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഒരു നേരം ആഹാരം കഴിക്കാനുള്ള ആവശ്യമുള്ള ചോറ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് ചൂട് പോയി കഴിഞ്ഞാൽ ഉടനെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. എന്നിട്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ലത്. ഇനി അതിനകത്തുള്ള കുറച്ച് ഗുണമൊക്കെ പോയാലും എന്തിനാണ് ആവശ്യമില്ലാതെ ഈ സ്റ്റാർച്ച് അടിച്ച് കയറ്റുന്നത്? കുറച്ച് ഗുണം പോയ ചോറ് കഴിച്ചാൽ പോരെ. അപ്പോൾ യൂഷ്വലി സ്റ്റോറിങ് ഇറ്റ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ് ഇസ് മച്ച് സേഫർ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നത് കൊണ്ട് പ്രത്യേകം ദോഷം ഉണ്ടാവില്ല. ഇനിയാണ് ഏറ്റവും അവസാനത്തെ സാധനം. മുട്ട ചേർന്ന സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അതിനകത്ത് ഇനി വീഡിയോ ഇട്ട് അതിനകത്ത് തെറ്റിപ്പോയതാണെന്ന് അറിഞ്ഞൂടാ. ആ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മയണൈസും റെഫ്രിജറേറ്ററിനകത്ത് വയ്ക്കുന്നത് കാണിക്കുന്നത് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മയണൈസാണ്. അതായത് നിങ്ങളൊരു മോളിലോ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന മയണൈസ് എന്ന് പറയുന്നത് യൂഷ്വലി എഗ്ലെസ് ആയിട്ടുള്ള മയണൈസാണ്. അതിനകത്ത് മുട്ടയില്ലാത്ത മയണൈസാണ്. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന മിക്കവാറും അത് വെറുതെ ഷെൽഫിൽ ഇരിക്കുകയായിരിക്കും, റെഫ്രിജറേറ്ററിലായിരിക്കില്ല. പക്ഷേ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. അതിനകത്ത് വേറെ കണ്ടാമിനേഷനോ പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാൻ. മാത്രമല്ല അതിനകത്ത് വിനീഗർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ആസിഡിക് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് വേറെ ബാക്ടീരിയയോ വേറെ ഒന്നും വളരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? കൃത്യമായി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന മയണൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ മയണൈസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ബ്രെഡിന് സ്പ്രെഡായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇട്ട് മയണൈസ് എടുക്കുന്ന ആ സാധനം ബ്രെഡിൻ്റെ പുറത്ത് തേച്ചിട്ട് പിന്നെ തിരിച്ച് അതിനകത്ത് ഇടരുത്. ആ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് തട്ടിയിട്ടിട്ട് വേറൊരു സാധനം കൊണ്ട് സ്പ്രെഡ് ചെയ്യുക. തിരിച്ച് അതിനകത്തേക്ക് ബ്രെഡിലുള്ള കാര്യങ്ങൾ കണ്ടാമിനേഷൻ അങ്ങ് അകത്തോട്ട് പോകാൻ സ്പോയിലേജ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റ് ചെയ്യുക, ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിക്ക് കാണിച്ചിരിക്കുന്ന. ഏത് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന എഗ്ലെസ് മയണൈസ് ആണെങ്കിലും ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എഗ്ഗുള്ള മയണൈസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഹോം മെയ്ഡ് മയണൈസിനെ പറ്റിയാണ്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? സാൽമോൺ അല്ല ബാക്ടീരിയ വരെ ഉണ്ടായേക്കാം. ഇതുമൂലം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഭക്ഷണ കറക്റ്റ്. ഇതിനകത്ത് സാൽമോണല ഒരു റിയൽ റിസ്ക് തന്നെയാണ്.
പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സാൽമണല്ല ഒരു പക്ഷേ ചിലപ്പോൾ മുട്ടയ്ക്കകത്ത് തന്നെ ഉണ്ടായേക്കാം. പലപ്പോഴും മയണൈസ് ഉണ്ടാക്കുന്നത് റോ എഗ്ഗ് വെച്ചിട്ടാണ്. പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് കിട്ടുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതിനകത്ത് പ്രശ്നമില്ല. മുട്ടയുടെ മഞ്ഞ വേറെ, യെല്ലോ വേറെ, ഈവൻ ക്യാനിൽ വരുന്ന സംഭവങ്ങളുണ്ട്. അതെല്ലാം പാസ്ചറൈസ്ഡ് ആണ്. അതിനകത്തൊന്നും സാൽമണല്ല കാണില്ല. പക്ഷേ നമ്മൾ സാധാരണ പൊട്ടിച്ചെടുക്കുന്ന മുട്ടയിൽ ചിലപ്പോൾ സാൽമണല്ല കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോ എഗ്സ് വെച്ചിട്ടാണ് നിങ്ങൾ മയണൈസ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെയും ഓയിലിൻ്റെയും ഒരു എമൽഷനാണ്. എഗ്ഗിൻ്റെ ആ ഒരു ഇതിനകത്ത്, ഈ ഫാറ്റിനകത്ത് അല്ലെങ്കിൽ ഓയിലിനകത്ത് ഒരു എമൽഷനാക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യമാണ് ഈ മയണൈസ്. അപ്പോൾ അതിനും സ്പോയിലേജ് കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോം മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെഫ്രിജറേറ്റ് ചെയ്യുക. ഒരു 24 മണിക്കൂർ കൂടുതലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് റെഫ്രിജറേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലാണ് കേടായി പോകുന്നത്. റെഫ്രിജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ രീതി. ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. റെഫ്രിജറേറ്ററിൽ വയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്പോയിലേജ് വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുള്ളത് എനിക്കറിയില്ല. ബേസിക്കലി ഒരു സ്കെയർഫ്ലുവൻസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി എന്ത് പറയുന്നത് ബാക്കിയുണ്ട്. ഏതൊക്കെ വെക്കണ്ടെന്നുള്ളത് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറക്കണ്ട, അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോ മാക്സിമം ആൾക്കാരെടുത്ത് ഷെയർ. എന്തായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്താണ് ഈ ബാക്ടീരിയയുടെ പേരും കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ അതും കൂടെ ചേർത്തിട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫുഡ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇൻവെൻഷനാണ്. കോൾഡായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് സ്പോയിലേജ് ഇല്ലാതെ തടഞ്ഞ് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. ബൈ.